ഇപ്പം ഇങ്ങോട്ട് വീട്ടിലോട്ട് വരാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് കൂട്ടുകാർ മതിയില്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മ മതിയല്ലോ, നിങ്ങളുടെ അമ്മ പിന്നെ പണ്ടേ ഇങ്ങനെയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതൊക്കെ രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്യാമോ ആ ഇറിറ്റേഷൻ സ്വഭാവങ്ങളെല്ലാം ആ സമയത്ത് എക്സ്പെക്റ്റ് ചെയ്യുക. ഇതെല്ലാം ഇവർ ഓക്കെ അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. ഈ ടൈമിൽ വേറൊരു പ്രശ്നമോടുള്ളത്, ഈ ടൈമിലായിരിക്കും കുട്ടികൾ ഇന്ന് ടീനേജർ ആവുന്ന ഒരു സമയം. ഹസ്ബൻഡ് ആണെങ്കിലും ഈ പിള്ളേര് ചിലപ്പം എന്താ പറയുക, കുട്ടികളെ നമ്മളിപ്പോൾ പല എഡ്യൂക്കേഷനും ഹയർ എഡ്യൂക്കേഷനും കല്യാണം അങ്ങനെയൊക്കെയുള്ള പല രീതിയിലും ഒത്തിരി വലിയ വലിയ ഉത്തരവാദിത്തങ്ങളിലേക്ക് പോകേണ്ട സമയത്ത് ചിലപ്പോൾ കുറച്ചും കൂടെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതും, അല്ലെങ്കിൽ ഓഫീസുകളിലാണെങ്കിലും ഒരു സർട്ടൻ ഏജ് കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ, 50 വയസ്സാവുന്ന ഒരു പുരുഷൻ എന്തായാലും ജഡ്ജ്മെന്റൽ ഫാക്ടേഴ്സ് വർക്കിലുണ്ടാവും. കാരണം യങ്സ്റ്റേഴ്സ് ആയുള്ള ഒരാളുകൾ വരുന്നതും റീപ്ലേസ്മെന്റ് നടക്കുന്ന ഒരു ടൈമോ അതിൻ്റെതായിട്ടുള്ള ചാലഞ്ചസും സ്ട്രെസ്സും ആൻസൈറ്റിയും ഫിനാൻഷ്യൽ പ്രോബ്ലംസും അല്ലെ ഫിനാൻഷ്യൽ സെറ്റിലായ ആളുകളും എല്ലാം ആ ടൈമിലാണല്ലോ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ സമയങ്ങളിൽ ഈ കംപ്ലീറ്റ് ഇറിറ്റേഷൻ ചിലപ്പോൾ അവർക്കും സഹിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. കാരണം അവർക്കും ആ സമയത്ത് കടന്നു പോകായിരിക്കും. അപ്പോൾ അവർക്ക് ഇതെല്ലാം കൂടെ ബാലൻസ് ചെയ്യാൻ അവരും സ്ട്രഗിൾ ചെയ്യായിരിക്കും. ഇവര് അതിലും ഭീകരമായിട്ടൊരു വല്ലാത്ത മാനസികാവസ്ഥയിൽ കൂടെ പോവുകയായിരിക്കും. അപ്പം ഇത് തമ്മിൽ കോൺഫ്ലിക്റ്റ് വരും. ശ്രദ്ധിച്ചാൽ മതി, ഒരു 70% ഓഫ് ദ ഫാമിലിയിലും ഒരു സർട്ടൻ ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പിന്നെ സംസാരിക്കുന്നില്ല. അതായത് ഞങ്ങൾ മക്കൾ വേണ്ടി അങ്ങ് ജീവിക്കുകയാണ്. മക്കൾ എന്തോ ചെയ്യാനാ, ഇനി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇനി എങ്ങനെയാണെന്ന് വെച്ചാൽ പൊക്കോട്ടെ എന്നുള്ള രീതി പരസ്പരം സംസാരിക്കാതെ കുട്ടികളായിരിക്കും, അച്ഛാ ഫുഡ് റെഡിയായി, അമ്മ അച്ഛൻ പറഞ്ഞു നമുക്ക് ഇന്ന സാധനം മേടിക്കണം, വീട്ടിൽ സാധനങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു, അരി തീർന്നോ എന്ന് ചോദിക്കണോ, ചായ ഉണ്ട് വേണമെങ്കിൽ കുടിക്കാൻ പറയുന്നു. ഇങ്ങനെയുള്ള ഡിസ്കഷൻ മക്കളിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരുപാട് ഫാമിലി ഉണ്ട്. കാരണം ഈ ഒരു പ്രോബ്ലമാണ്, ഈ സമയത്തുണ്ടായിരുന്ന ഡാമേജ് കാരണമാണ്. പിന്നെ അത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇങ്ങനോട് മിണ്ടുന്നതിലും നല്ലത് മിണ്ടാതിരിക്കാനും. എനിക്കിവളെ ഇനി സഹിക്കാൻ പറ്റത്തില്ല, എനിക്കിത് പറ്റത്തില്ല, അതുകൊണ്ട് എന്തായാലും ഇനി ഈ സമയത്ത് ഡിവോഴ്സ് ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇനി മുന്നോട്ടങ്ങ് പോകുകയാണ്.